ഗൈസ് എന്താണെങ്കിലും ഡുറൻ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു തോറ്റ് പുറത്തായതിനു ശേഷം നമ്മൾ വീഡിയോസിലൊക്കെ ആ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് സ്റ്റിൽ നമുക്ക് വേണ്ട പൊസിഷൻസിൽ സൈനിങ്സ് വരുന്നില്ല, ഇതേവരെ വിദേശ സ്ട്രൈക്കർ വന്നിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പം കമൻസിലും അല്ലാത്തടുത്തങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പം മിഗേൽ സ്റ്റാറെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകളൊക്കെ പല ആരാധകരിലും സംശയം ഉളവാക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റിയൊന്നും ബേസിക്കലി സംസാരിച്ചിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഒരു പ്രീ സീസൺ സ്റ്റേജിൽ തന്നെയാണുള്ളത്. അപ്പം കോച്ചിന് ഈ ഒരു സാഹചര്യം നമുക്ക് എന്ത് മിസ്റ്റേക്സ് വന്നാലും അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഞാൻ ബേസിക്കലി കാണുന്നത്. ആക്ച്വലി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ ബാഡ് റിസൾട്ട് വരുന്നതാണ് ഒരു തരത്തിൽ നല്ലത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് പോരായ്മകൾ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കോച്ചിൻ്റെ മുൻപിൽ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ മാക്സിമം ഈ പറഞ്ഞ പോലെ ഡുറൻ കപ്പിലെയും അല്ലെങ്കിൽ തായ്ലൻഡ് പ്രീ സീസണിലെയൊക്കെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ കോച്ചിന് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്വാഡിൽ ഇനിയും ഏതെങ്കിലും മേഖലകളിലൊക്കെ വേണമെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് കോച്ചിന് ഏത് തരത്തിലാണ് വേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് റിക്രൂട്ട്മെൻറ്റ്സ് വരണം എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ഈ ഒരു പ്രീ സീസൺ സ്റ്റേജിൽ തോന്നിയൊരു കാര്യം, നമുക്കിപ്പോൾ പ്രോപ്പർ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള സന്ദീപ്, അദ്ദേഹം നന്നായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ്. അതുപോലെ റൈറ്റ് വിങ്ങിൽ പ്രോപ്പറായിട്ട് കളിക്കുന്ന പ്ലെയറാണ് സൗരവ്. പക്ഷേ അവിടെ പ്രോപ്പറായിട്ടുള്ള പ്ലേയേഴ്സിനെ കളിപ്പിച്ചിട്ടില്ല. അതായത് ഈ രണ്ട് പ്ലേയേഴ്സിനെ കളിപ്പിച്ചിട്ടില്ല, പ്രോപ്പറായിട്ട് ആ പൊസിഷനിൽ കളിക്കാത്ത പ്ലേയേഴ്സിനെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു ഇപ്പം ഏതൊരു ടീമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു അടിപൊളി സ്ക്വാഡുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു നല്ല റിസൾട്ട്സ് ഉണ്ടാക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം KBSയുടെ കേസ് നമ്മൾ പറയുമ്പോഴാണ് ചില പൊസിഷൻസിൽ ഭയങ്കരമായിട്ട് ഡെപ്ത് ഉണ്ട്, ചിലയിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോകം. അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, ഈ ലൂണയുടെ കാര്യമൊക്കെ വരുമ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, അതായത് ലൂണ ഔട്ട് ഓഫ് ഫോം ആണോ എന്നുള്ളതൊക്കെ. അപ്പം കഴിഞ്ഞ മാച്ച് അല്ലെങ്കിൽ ഡുറൻ കപ്പിൽ തന്നെ മാച്ചസിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോച്ച് പ്രത്യേകിച്ച് പഞ്ചാബ് എഫ്സിക്കെതിരെയും അതുപോലെ തന്നെ കഴിഞ്ഞ BFCക്കെതിരെയുള്ള മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ DM എന്ന നിലയിൽ ഫ്രെഡിയെ കളിപ്പിച്ചു. ഇപ്പം ലൂണ ആൻഡ് മറ്റൊരു ഡാനിഷാണ് അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, ഒരു സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ്, ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന നിലയിൽ കളിപ്പിച്ചു. പക്ഷേ ലൂണ കുറച്ചും കൂടി ഒരു റൈറ്റ് സൈഡിലേക്ക് വരുന്നു. നമുക്കറിയാം ഐമാൻ കുറച്ചും കൂടി ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ലെവലിലായിരുന്നു കളിച്ചത്. അപ്പം അദ്ദേഹം അവിടെ ഐസൊലേറ്റഡ് ആയി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഫ്രെഡിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഒറ്റയ്ക്ക് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലൂണയ്ക്കാണെങ്കിലും ബോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് വരുന്നില്ല. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ലൂണ ചിത്രത്തിലേ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, യൂട്ടിലൈസ് ചെയ്യുമ്പം നോവയും ലൂണ ഐമാനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ഫാക്ടറാണ്. അത് നമുക്കറിയാം. ലൂണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ഫ്രീ റോളിൽ കളിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം എബിലിറ്റിയിൽ കളിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഇവാൻ ഒരു വൈഡ് നമ്പർ 10 എന്ന നിലയിൽ കളിപ്പിക്കുമ്പം എങ്ങനെ കളിക്കുമെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ചാനലിലൂടെ ഞാനൊരു ടാക്റ്റിക്കൽ സൈഡൊന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാറില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കോമൺ സെൻസ് എന്നൊക്കെ പറയാം. നമ്മൾ കുറേ നാളുകൊണ്ട് ഫുട്ബോൾ കാണുന്ന ഒരു ഐഡിയയും അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്കോഡ് വെച്ചിട്ട് നമ്മുടെ നിലവിലത്തെ ഒരു രീതിയിൽ ഒരു 4-3-3 കളിപ്പിച്ച് കഴിഞ്ഞാൽ പണി പാളാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെഡിക്ക് ആ ഒരു സിംഗിൾ DM എന്ന നിലയിൽ കളിപ്പിക്കുക, അതിലൊരു റിസ്ക് ഫാക്ടർ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ മാച്ചസിലൊക്കെ കണ്ടാണ്. അപ്പം ഫ്രെഡി കഴിഞ്ഞ സീസണിലൊക്കെ കളിപ്പിച്ചപ്പോഴും ഒരു ഡബിൾ പിവറ്റ് സിസ്റ്റത്തിലാണ്, അതായത് ഡബിൾ 6-ലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു ടഫായിട്ടുള്ള ഒരു പൊസിഷനാണ്, ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഈ ഒരു 4-2-3-1 സ്വിച്ച് ചെയ്തിട്ട് ഒരു ഡബിൾ 6 രീതി, ഫ്രെഡി ഇപ്പോൾ വിപിൻ തിരിച്ചു വരുമെങ്കിൽ വിപിൻ, അല്ലെങ്കിൽ അസർ ഫ്രെഡി, അല്ലെങ്കിൽ അസർ വിപിൻ, അങ്ങനത്തെ ഒരു ഇന്ത്യൻസിനെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ രണ്ട് പിവറ്റ്സിനെ വെച്ച് കളിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ളൊരു രീതി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ അങ്ങനെ കളിപ്പിച്ചാൽ ചിലപ്പം ഗെയിമിലൊരു കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസ് ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൂണയും ഈ പറഞ്ഞ ഒരു ഫ്രീ റോളിൽ കളിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അതർവൈസ് ഈ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വെച്ചാണ് കളിപ്പിക്കുക, അങ്ങനത്തെ ഒരു രീതി തന്നെയാണ് ഇനിയും പിന്തുടരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 DM വരുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ ഇപ്പം ഇന്ന് എവിടേക്കോ ഞാൻ ചില വാർത്തകളുണ്ട്, അതിൻ്റെ റിയലബിലിറ്റി ഒന്നും അറിയത്തില്ല, അതായത് പെപ്ര ലോൺ ഔട്ട് ചെയ്യാൻ പോകുന്നു, ജോഷുവയെ പോലെ തന്നെ എന്നൊക്കെ ഉള്ള കാര്യം. അങ്ങനെയെങ്കിൽ
ഇപ്പം 2 പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഫോർവേഡും ഒരു ഡി എമ്മും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പേഴ്സണലി KBFCയുടെ ഒരു ബാലൻസ് കുറച്ചും കൂടി വർദ്ധിക്കും, അത് സ്ട്രെങ്തൻ ചെയ്യാനേ സഹായിക്കുള്ളൂ എന്നുള്ളതാണ്. അതല്ല പിന്നെ ജോഷുവെ നിർത്തിയിട്ട് പെപ്രയാണ് വിടുന്നതെങ്കിൽ അത് വീണ്ടും ഒരു ഇത് നല്ല തീരുമാനമായി മാറില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി പെപ്പർ ഇപ്പം ഇത്രയും മാച്ചസ് ടീമിനോടൊപ്പം കളിച്ചാണ്, ജോഷു ഇതേപോലെ ഒരു മാച്ച് പോലും കളിക്കാത്തൊരു പ്ലെയറുമാണോ. പ്രത്യേകിച്ച് നമ്മളുടെ വരാനിരിക്കുന്ന കിടിലൻ സ്ട്രൈക്കർ എന്നൊക്കെ പറയപ്പെടുന്ന, കിടിലാണോന്ന് അറിയത്തില്ല, ആ പ്ലെയർ കൂടി വരാത്ത നിലയ്ക്ക് ആകെ സെറ്റായിട്ടുള്ള ഈ ഒരു സ്ട്രൈക്കറെ കൂടി പറഞ്ഞു വിടുക എന്നുള്ളൊരു കാര്യം. എന്താണെങ്കിലും പെപ്രയും ജോഷുവും വിട്ടിട്ട് ഒരു സ്ട്രൈക്കറേയും ഒരു ഫോറിൻ ഡി എമ്മിനെയും കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വരുമോ എന്നുള്ളത് നോക്കി കാണാം. പിന്നെ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ഇനി ഏത് തരത്തിലൊരു ചേഞ്ച് നമുക്കിനി സ്ക്വാഡ് അഡീഷൻസ് ഒന്നും ഇനി നടത്തുമെന്നുള്ള അറിയത്തില്ല. കാരണം 2-3 ദിവസങ്ങൾ കൂടിയുള്ളൂ ബാക്കി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എവിടുന്ന് എങ്ങനെ എന്നൊക്കെയുള്ള സാഹചര്യമുണ്ട്. ISL സെപ്റ്റംബർ 13 തുടങ്ങും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ BFCക്കെതിരെ നടന്നിട്ടുള്ള മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു 3 men CB എന്ന നിലയിലേക്കുള്ളൊരു ചേഞ്ചിങ് കണ്ടിരുന്നു. അപ്പം അവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ DM ആണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അത്രയും ചലഞ്ച് വരുന്നില്ല. കാരണം 3 men ഒരു ഡിഫൻസീവ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ 3 men സെൻറ്റർ ബാക്ക് ആണ് കളിക്കുന്നത്. അപ്പം ആ ഒരു സപ്പോർട്ട് ആ ഒരു CBC നിന്ന് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മുടെ നിലവിലൊരു സ്ക്വാഡ് വെച്ചിട്ട് ഒരു 3 men CB ആ ഒരു ലെവലിൽ കളിപ്പിക്കാനുള്ളൊരു സ്ക്വാഡാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊയ്ഫിനെ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കുക പറ്റും. അതുപോലെ തന്നെ നമുക്ക് 2 ഇന്ത്യൻ സെൻറ്റർ ബാക്സ് അവൈലബിൾ ആണ്, ഹോമിപ്പാമും അതുപോലെ തന്നെ പ്രീതം കോട്ട. രണ്ടുപേരും ഫസ്റ്റ് 11ൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഐബാൻ ദോഹ്ലിങ്ങും ഈ പറഞ്ഞൊരു 3 men സെൻറ്റർ ബാക്ക് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. സഹീഫ് ഒരു 3 men സെൻറ്റർ ബാക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സന്ദീപിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ബിജോയ് തിരിച്ചു വരുമെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വിങ് ബാക്കിലേക്ക് വരുമ്പോൾ സമയത്ത് നമുക്ക് ഈ വിങ്ങേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഈ ഒരു രീതിയിൽ പരിഹരിക്കാനൊക്കെ പറ്റും. ഇപ്പം ലെഫ്റ്റ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലെഫ്റ്റ് വിങ്ങറും ലെഫ്റ്റ് ബാക്കും അങ്ങനത്തെ ഇതിൽ വരുന്ന സമയത്ത് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോളിൽ ഇപ്പം സന്ദീപിൻ്റെയും അതുപോലെ തന്നെ പ്രബീറിൻ്റെയും പേര് പ്രോപ്പർ പ്ലേയേഴ്സ് എന്ന നിലയിൽ പറയാം. അതല്ലെങ്കിൽ ഇപ്പം രാഹുലാണെങ്കിലും സൗരവാണെങ്കിലും ഡിഫൻസീവ് എബിലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ്, റൈറ്റ് മിഡ്ഫീൽഡേഴ്സാണ്. അപ്പോൾ ആ തരത്തിലും ആ ഒരു വിങ് ബാക്സ് എന്ന നിലയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം രാഹുലിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം ഡിഫൻസീവ്ലി അദ്ദേഹം നന്നായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നൊരു വിങ്ങറാണ് എന്നുള്ളത്. അപ്പം ആ തരത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ടീമിൻ്റെ ഒരു സ്ക്വാഡ് വെച്ചിട്ട് മൊത്തത്തിലൊരു ബാലൻസ് ഇത് ചെയ്തുകൊണ്ട് തന്നെ ഒരു രീതി ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇങ്ങനത്തെ കമൻസ്, അതായത് സ്റ്റാറെ പറ്റിയിട്ടും അല്ലെങ്കിൽ ലൂണയുടെ ബേസ് ചെയ്തിട്ടുള്ള കമൻസ് വന്നപ്പോൾ പിന്നെ നമ്മുടെ ഈ നിലവിലെ സ്ക്വാഡ് വെച്ചിട്ട് ഏത് തരത്തിലായിരിക്കും ഇനി ഒരു സക്സസ്ഫുൾ പാറ്റേൺ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള എൻ്റെ പേഴ്സണലി ഉള്ളൊരു തോട്ട്സ് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിയാണെന്നുള്ളൊരു വാദം പോലും എനിക്കില്ല. ഞാൻ ആസ് എ ഫാൻ എന്ന നിലയിൽ മൈ തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, അവിടെ നമുക്ക് ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മറ്റൊരു കാണിക്കാൻ സനിയ.